നമുക്ക് ഇളയരാജ തടഞ്ഞ സംഭവത്തിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിലേക്ക് ഇളയരാജ എത്തുന്നത്. അദ്ദേഹത്തിന് പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സമയങ്ങളിലും അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഈ ശ്രീവില്ലിപുത്തൂരിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല തടഞ്ഞത്, മറിച്ച് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള തുറന്ന മേടയിലേക്ക് ഇളയരാജ കടക്കാൻ ശ്രമിച്ചു. ഇതൊരു ആണ്ടാൾ ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇളയരാജയെ തടഞ്ഞത്. ശേഷം അദ്ദേഹത്തിനോട് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. ഇതിന്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ചില പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ശ്രീകോവിലിന് മുന്നിലുള്ള തുറന്ന മേടയിലേക്ക് കടക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഗീതജ്ഞൻ എത്തുമ്പോൾ അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിച്ചില്ല എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇളയരാജ അനുകൂലികളും ഒപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വലിയൊരു വാക്പോര് അവിടെ നടക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ അവിടെ എത്തിയ അദ്ദേഹത്തിനെ ക്ഷേത്രത്തിലല്ല തടഞ്ഞത്, മറിച്ച് ഇത്തരത്തിൽ ശ്രീകോവിലിന് മുന്നിലുള്ള തുറന്ന മേടയിലാണ്, അവിടേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നാണ് തടഞ്ഞത്. SKN. ഓക്കെ, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകി. ഇളയരാജ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്, അതിൻ്റെ തുറന്ന മേടയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു എന്നാണ് വാർത്ത.